Assalamualaikum warahmatullahi wabarakatuh. Bismillah, alhamdulillah, wassalatu wassalamu ala asrafil റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിദീന ബിറിളല്ലാഹി മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ അൻസാറുൽ ഇസ്ലാം അൽ ജമാഅത്ത് കമ്മിറ്റി, തർബിയത്തുൽ മുസ്ലിമീന ഹയർ സെക്കൻഡറി മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികളെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കാരണവന്മാരെ, വിദ്യാർത്ഥിനികളെ, പുണ്യനബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1495 ജന്മദിനം ലോകമെമ്പാടുമുള്ള സത്യവിശ്വാസികൾ വളരെ വിപുലമായി കൊണ്ടാടുന്ന ഈ പുണ്യദിനത്തിൽ തർബിയത്തുൽ മുസ്ലിമീൻ ഹയർ സെക്കൻഡറി മാനേജ്മെന്റ് കമ്മിറ്റിയും ഉസ്താദുമാരും സംഘടിപ്പിച്ച ഈ മീലാദ് ഫെസ്റ്റ് 2020 പ്രോഗ്രാമിലാണ് നാം നിലകൊള്ളുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അവിടുത്തെ അവദാനങ്ങൾ പാടുകയും പറയുകയും കേൾക്കുകയും അവിടത്തേക്ക് സലാത്ത് ചെയ്യുകയും ചെല്ലുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ റബി സന്ദേശമായി നിങ്ങളോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കോവിഡ് എന്ന ഈ മഹാമാരി നിലനിൽക്കുന്ന സമയത്ത് വളരെ വിപുലമായ രീതിയിൽ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ, മീലാദ് പ്രോഗ്രാം സംഘടിപ്പിക്കാൻ നമുക്ക് റബ്ബ് തആല അവസരം തന്നു, അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാ. കോവിഡ് വന്നതിന് ശേഷം മാർച്ച് 2-ാം വാരത്തോടെ നമ്മുടെ മദ്രസ അടച്ചു. അതിനുശേഷം നമ്മുടെ വിദ്യാഭ്യാസം ഓൺലൈനിലാണ്. മതവിദ്യാഭ്യാസത്തെ വളരെ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട്, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് രക്ഷിതാക്കൾ വിദ്യാർത്ഥികളും കണക്കിലെടുക്കണമെന്ന് നിങ്ങളോട് സവിനയം ആവശ്യപ്പെടുകയാണ്. സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന ഓൺലൈൻ ക്ലാസും അതോടൊപ്പം മൗലവികൾ നടത്തുന്ന ഓൺലൈൻ ക്ലാസുകളും ശ്രദ്ധിച്ച് കുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്നും അതനുസരിച്ച് കുട്ടികൾ മതകാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്നും രക്ഷിതാക്കളായ നിങ്ങൾ നിർബന്ധമായും അതിൽ കണിശത പുലർത്തണമെന്നും, മത പഠനം അവസാനിക്കുന്ന സമയത്ത് സാധാരണ മദ്രസയിൽ നടക്കുന്നത് പോലെ നബിയുടെ പേരിൽ ഏറ്റവും ചുരുങ്ങിയത് 3 സലാത്തെങ്കിലും ചെല്ലണമെന്നും ഈ റബീ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്.
പുണ്യ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്തുകൾ കൂടുതലായിട്ട് ചൊല്ലിക്കൊണ്ട് നമുക്ക് പുണ്യനബിയുടെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടാം ഇൻഷാ അല്ലാഹ്. ഈ റബീ മീലാദ് ഫെസ്റ്റ് 2020 പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് മാനേജിംഗ് കമ്മിറ്റി പ്രമുഖനായ അബ്ദുറഹ്മാൻ ഫൈസി MM അവരുകളാണ്. ഫൈസി ഉസ്താദിനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രോഗ്രാം നിയന്ത്രിക്കുന്ന മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് രാജി എന്നിവരെയും വളരെ ആദരപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റബീ സന്ദേശം നൽകുന്ന സദർ മുഅല്ലിം മുഹമ്മദ് മാഹിദ് ഉസ്താദ്, അതോടൊപ്പം അലി ബാക്കവി ഉസ്താദ്, അബ്ദുൽ മജീദ് ഫൈസ് ഉസ്താദ്, നൗസാദ് യമാൻ ഉസ്താദ് ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ, കാരണവന്മാർ, വിദ്യാർത്ഥികളും എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പുണ്യ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്തുകളും സലാമുകളും അവിടുത്തെ അവതാരങ്ങളും പാടുകയും പറയുവാനും ജീവിതാന്ത്യം വരെ റബ്ബ് തആല നമുക്ക് അവസരം നൽകട്ടെ എന്നും അതുവഴി നിരവധി നിയമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട ജന്നത്തുൽ ഫിർദൗസിൽ പുണ്യനബിയോടൊത്ത്, നമ്മുടെ രക്ഷിതാക്കളോടൊത്ത്, ഉസ്താദുമാരോട്ട്, നമ്മുടെ ഇഷ്ടജനങ്ങളോട്ട് റബ്ബ് തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് ഹബീബി യാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽ ഖൈറു വശ്ശർറു ബിമശിയത്തില്ലാഹ് വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ മുഹിബ്ബീന ലില്ലാഹ്. അല്ലിമു ഔലാദക്കും സലാസ ഖിസാൽ ഹബ്ബ നബിയിക്കും വഹബ്ബ അഹ്ലി ബൈത്തിഹി വതിലാവത്തുൽ ഖുർആൻ വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ. സന്തോഷത്തിന്റെ റബിയ മാസത്തിൽ റഹ്മത്തുൽ ലിൽ ആലമീൻ ഭൂമിയിൽ ഉദയം കൊണ്ട 12ന്റെ വസന്തം പെയ്തിറങ്ങുന്ന രാവിൽ മദ്ഹുർ റസൂലിനായി ഒരുമിച്ച് കൂടിയ എൻ്റെ നാട്ടുകാരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിനം മുഴുവനായി ആഘോഷത്തിന്റെ വേദികൾ ഒരുക്കിത്തന്ന തർബിയത്തുൽ മുസ്ലിമീൻ ഹയർ സെക്കൻഡറി മദ്രസ ഭാരവാഹികളെ, മഹല്ല് ജമാഅത്ത് അംഗങ്ങളെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നാടൊട്ടുക്കും പ്രവാചക സ്നേഹത്തിന്റെ ബഹിർപ്രകടനം മദ്ഹ് പാട്ടിന്റെ ശീലുകളോടുകൂടി സമുചിതമായി ആഘോഷിക്കപ്പെടുകയാണ്. ഹിറാ ഗുഹയിൽ നിന്ന് കൊളുത്തിവെച്ച ഇഖ്റാഇന്റെ സന്ദേശം ലോകത്തിന് പകർന്നു നൽകാൻ വന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദയം കൊണ്ട ദിനമാണിന്ന്. പുണ്യ നബിയെ സ്നേഹിക്കുവാനാണ് പ്രഥമവും പ്രധാനവുമായി അള്ളാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. ഒരു റബീഉൽ അവ്വൽ 12-ന് മദീനക്കാർ തന്നെയാണ് സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായി ഈ ആഘോഷങ്ങളൊക്കെ തുടങ്ങി വെച്ചത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ഹിജറ പോയി മദീനയിലെത്തിയത് ഒരു റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ചയായിരുന്നു. അന്നാണ് ത്വലാഅൽ ബദ്ർ ചൊല്ലി പൂർണ്ണചന്ദ്രൻ ഇതാ ഞങ്ങളിൽ ഉദയം ചെയ്തിരിക്കുന്നേ എന്ന് ദഫ്മുട്ടി പാട്ടുപാടി അൻസാരി പെൺകുട്ടികൾ ഘോഷയാത്രയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആനയിച്ചതും അന്ന് തന്നെയാണ് മദീനക്കാർ ആടറുത്ത് മദീനക്കാർ ഭക്ഷണം വിളമ്പി സൽക്കാരം നടത്തിയതും. ആ സത്യസാക്ഷ്യത്തിന്റെ പിൻബലത്തിൽ തന്നെയാണ് ഉമ്മത്തിന്റെ പിൻതലമുറക്കാരായ മുതുവല്ലൂരിലെ ഉമ്മത്തിന്റെ പിൻതലമുറക്കാർ അതേ ആഘോഷ പരിപാടികളെല്ലാം ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത്തിബാഉ സുന്ന, ഇത്തിബാഉ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിൻപറ്റുക എന്നത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടണമെങ്കിൽ നബിയെ പിൻപറ്റി മതിയാകൂ എന്ന് അള്ളാഹു നമ്മോട്
തരികയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹബ്ബുകുമുല്ലാഹ്. നബിയെ പറയണേ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു എങ്കിൽ, ഫത്തബിഊനി, എന്നെ പിൻപറ്റണം എങ്കിൽ, യുഹബ്ബുകുമുല്ലാഹു, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. മദീനയിലെ ജൂതന്മാർ പറയുമായിരുന്നു, നുഹിബ്ബുല്ലാഹ വലാ നുഹിബ്ബു മുഹമ്മദൻ, ഞങ്ങൾക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ് പക്ഷേ മുഹമ്മദിനെ ഇഷ്ടമില്ല എന്ന് പറയുമ്പോഴാണ് അല്ലാഹു തആല ആയത്തിറക്കുന്നത്, നബിയെ പറഞ്ഞു കൊടുക്കുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു എങ്കിൽ നിങ്ങൾ എന്നോട് പിൻപറ്റണം, എന്നെ പിൻപറ്റണം എങ്കിൽ യുഹബ്ബുകുമുല്ലാഹു, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുമെന്ന്. അപ്പൊ പ്രവാചക സ്നേഹത്തിലാണ് എല്ലാ വിഷയത്തിന്റെയും പ്രധാനവുമായി പ്രവാചക സ്നേഹത്തിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടാകുന്നത്. ഒരു കുട്ടിക്ക് നാം ആദ്യമായി പഠിപ്പിക്കേണ്ടത്, ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ്, അവന് അരിഫ് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ്, അവന് ABCD നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ഒരു കുട്ടി അറിഞ്ഞിരിക്കേണ്ടത് നബി സല്ലല്ലാഹു മുത്തുനബിയെ കുറിച്ചുള്ള പ്രഥമമായ വിവരമാണ്. അല്ലിമു ഔലാദക്കും തലാസ ഖിസാൽ, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ 3 കാര്യം പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് പുണ്യ നബി നമ്മോട് പറയുകയുണ്ടായി. ഹുബ്ബ നബിയക്കും, നിങ്ങളെ നബിയോടുള്ള സ്നേഹം, വഹുബ്ബ അഹ്ലി ബൈത്തിഹി, അഹ്ലി ബൈത്തിനോടുള്ള സ്നേഹം, വതിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണവും. നബി തങ്ങളെയോടും നബി തങ്ങളെ കുടുംബത്തിനെയും സ്നേഹിക്കലാണ്, സ്നേഹം പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ഖുർആൻ പാരായണം പഠിപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധമായ ദീനും പരിശുദ്ധമായ ഖുർആൻ പോലും ഈ പ്രവാചക സ്നേഹത്തിലൂടെയാണ് ഉണ്ടാകുന്നത് എന്ന് നബി തങ്ങൾ നമ്മോട് പറഞ്ഞു തരികയാണ്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, തന്റെ ഭരണകാലത്ത് പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ രാത്രിയുടെ യാമങ്ങളിൽ നടന്നു നോക്കുന്ന പതിവുണ്ടായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കുടിലിൽ നിന്ന് പുണ്യനബിയുടെ മദ്ഹ് പാട്ടിന്റെ ശീലുകൾ കേൾക്കുകയാണ്. ഒരു വൃദ്ധയായ സഹോദരിയാണ് പാടുന്നത്. അവർ പാടി പറയുന്നു, നബിയെ, ഈ രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കളച്ചുകൊണ്ട് ഞാൻ അങ്ങയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ കണ്ണീർ പൊഴിക്കുകയാണ് എന്നുള്ള കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോയി. ഈ കരച്ചിലിന്റെ ശബ്ദം കേട്ട് കുടിലിൽ നിന്ന് പുറത്തു വന്ന് ഈ ഉമ്മ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എന്തേ അങ്ങ് കരയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചക സ്നേഹത്തിന്റെ പ്രവാചക സ്നേഹത്തിന്റെ പദങ്ങൾ കേട്ടപ്പോ കരഞ്ഞു പോയതാണ്. നിങ്ങൾ അസ്അലുകി അൻ തുദ്ഖിലനി മഅകുമൽ ജന്ന, നിങ്ങൾ രണ്ടാളോടും കൂടെ എന്നെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് ആ സ്ത്രീയോട്, ആ വൃദ്ധയായ സഹോദരിയോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയാണ്. മഅകുമാ, നിങ്ങൾ 2 പേരോടും കൂടെ, അഥവാ മുത്തുനബിയോടും നിങ്ങളോടും കൂടെ എനിക്കും സ്വർഗത്തിൽ ഒരു ഇടം വാങ്ങിത്തരണമെന്ന്. ആരാ പറയുന്നത്? അബൂബക്കറും ഉമറും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽ പെട്ടയാളാണ്. അപ്പോ ഹബ്ബുൻ നബിയാൽ, പ്രവാചക സ്നേഹത്തിൽ പാട്ടുപാടുന്ന പ്രവാചക സ്നേഹത്തിന്റെ ആളുകൾ പ്രവാചകരോടുള്ള സ്നേഹത്തിനാൽ സ്വർഗം കരസ്ഥമായി ഉറപ്പായി എന്ന് നബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ സഹോദരിയോട് എനിക്കും സ്വർഗത്തിൽ ഇടം വേണമെന്ന് പറയുന്നത്. കാരണം മൻ അഹബ്ബനി കാന മഅി ഫിൽ ജന്ന, മൻ അഹബ്ബനി കാന മഅി ഫിൽ ജന്ന, ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നോട് കൂടെ സ്വർഗത്തിലാണ്. എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് വേണം? വമൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി, എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടാൽ, എന്റെ ചര്യ പിൻപറ്റിയാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. വമൻ അഹബ്ബനി, എന്നെ ഇഷ്ടപ്പെട്ടാൽ കാന മഅി ഫിൽ ജന്ന, എന്നോട് കൂടെ സ്വർഗത്തിലാണ് എന്ന്. അതുകൊണ്ട് തന്നെ നബി തങ്ങളെ ഇഷ്ടപ്പെട്ടതിന്റെ പ്രകടനങ്ങളാണ് നബി തങ്ങളുടെ കാലശേഷവും ആ മദ്ഹിന്റെ ഗീതങ്ങളൊക്കെ അവർ പാട്ടുപാടിക്കൊണ്ടിരുന്നു എന്ന് സഹാബത്തിന്റെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അനുയായികളാൽ ഇത്രമേൽ സ്നേഹിക്കപ്പെടുന്ന ഒരു നേതാവിനെ ഞാൻ കണ്ടിട്ടേയില്ല എന്ന് കൊടിയ ശത്രുവായിരുന്ന അബൂ സുഫിയാൻ നജാശി രാജാവിന്റെ മുമ്പിൽ മൊഴി നൽകിയത് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മൾ നബിയെ അങ്ങേയറ്റം സ്നേഹിക്കണം. ആ സ്നേഹപ്രകടനങ്ങൾ അവിടുത്തെ ശഫാഅത്ത് ലഭിക്കാൻ നമുക്ക് കാരണമാകും.
അത് അവിടെ നമ്മൾ ഈ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നതും ഈ പ്രകടനങ്ങളുമൊക്കെ നമ്മൾ മുത്തുനബിയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഇതെല്ലാം നബി തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാൻ നമുക്ക് കാരണമാകണം. അത് തീർച്ചയായും നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഇതിന്റെ ശേഷം നമ്മുടെ മക്കളുടെ, നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികളോടുകൂടെയുള്ള പ്രവാചക ഹബ്ബുൻ നബിയുടെ വിവിധ പരിപാടികളോടെയുള്ള അവരുടെ കലാപരിപാടികളൊക്കെ നടക്കാനിരിക്കുകയാണ്. നാം ഈ മാസം മുഴുവനും നമ്മുടെ വീടുകളിൽ അല്പമെങ്കിലും ഓരോ ദിവസവും മൗലിദ് പാരായണങ്ങൾ നടത്തണം. നമ്മുടെ ഈ കോവിഡ് പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഇത് നമ്മിൽ നിന്ന് അകന്നു പോയിട്ടില്ല. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഇതുപോലുള്ള മഹാമാരികൾ കൊണ്ട്, പകർച്ചവ്യാധികൾ കൊണ്ട് ബുദ്ധിമുട്ടായപ്പോൾ പൊന്നാനിയുടെ ഭാഗത്ത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം അവർക്ക് രചിച്ചു നൽകിയതാണ് ഈ മങ്കൂസ്, നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന മങ്കൂസ് മൗലിദ്. മഹാമാരികൾക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി. അപ്പോൾ ഈ റബീഉൽ അവ്വലിലൊക്കെ നമ്മൾ എല്ലാ ദിവസവും അല്പമെങ്കിലും മീലാദ് നബി തങ്ങളുടെ മൗലിദ് പാരായണം നടത്തി അത് നമുക്ക് നമ്മുടെ ഈ പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനമുണ്ടാകാൻ ഒരു കാരണമായി തീരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മഹത്തായ പരിപാടി, ഈ മഹത്തായ മീലാദുൻ നബി അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ വഹിലനാ യല്ലായ സയ്യിദി ഖൈറൻ നബി എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ മീലാദുൻ നബിയെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് ഹബീബി യാ. ബഹുമാനമുള്ള നാട്ടുകാരെ, ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും. നാം ഇന്നിവിടെ കൂടിയത് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1495-ാമത്തെ ജന്മദിന ആഘോഷത്തിൻ്റെ ഭാഗമായാണ്. കഴിഞ്ഞ കാലത്ത് നമ്മൾ നബിദിന ആഘോഷം നമുക്ക് എല്ലാ നിലക്കും വളരെ സന്തോഷകരമായ രീതിയിൽ കഴിക്കാൻ കഴിഞ്ഞിരുന്നു. ഈ ഒരു കാലഘട്ടം നമുക്ക് ഒരു മഹാമാരി വന്നുപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും ഓൺലൈനിലും മറ്റും ആയ സ്ഥിതിക്ക് ഇതും ഓൺലൈനിൽ തന്നെ ചെയ്യാനാണ് ഈ പ്രാവശ്യം നമ്മുടെ മദ്രസ കമ്മിറ്റി ഒക്കെ തീരുമാനിച്ചത്. അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ കാലത്ത് ചെയ്തിരുന്ന അതേ കാര്യങ്ങൾ തന്നെ വീടുകളിലും മറ്റുമൊക്കെ ഇരുന്ന് യൂട്യൂബിലൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും ഈ ഒരു വർഷം കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ മാർക്കും നമ്മുടെ മദ്രസയിലെ കുട്ടികൾ വാങ്ങണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ മദ്രസയിൽ ഈ അടുത്ത പ്രദേശത്ത് ഏറ്റവും കൂടുതൽ മാർക്കും റാങ്കുകളൊക്കെ വാങ്ങിയ ഒരു മദ്രസയായിരുന്നു നമ്മുടേത്. അതിലുപരിയായി ഈ വർഷം നമുക്ക് നമ്മുടെ കുട്ടികൾ വിജയം വരിക്കണമെന്നും അതിനുള്ള അശ്രാന്ത പരിശ്രമം നമ്മുടെ ഉസ്താദുമാർ നടത്തുന്നുണ്ടെന്നും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുകയും ഈ കലാപരിപാടിയിലൊക്കെ പങ്കെടുക്കുകയും വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഭാവുകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനസ്ലിഹി ജഹന്നം വസാഅത്ത് മസീറ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ഏറ്റവും പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ,
ബഹുമാനപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളെ, ഉസ്താദുമാരെ, വിദ്യാർത്ഥിനികളെ, മറ്റു സത്യവിശ്വാസികളെ, സഹപ്രവർത്തകരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1495-ാം ജന്മദിനം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി തർബിയത്തുൽ മുസ്ലിമീൻ മദ്രസ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച നബിദിന ഓൺലൈൻ പ്രോഗ്രാമിലാണ് നാം ഒരുമിച്ച് കൂടിയത്. കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ അതിൻ്റെ മുൻ വർഷങ്ങളിലെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം നാം വളരെ വിപുലമായി തന്നെ ആഘോഷിക്കുകയുണ്ടായി. വിവിധ ഇനം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടും പല പ്രോഗ്രാമുകളിലുമായിക്കൊണ്ട് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം മുൻ വർഷങ്ങളിൽ നാം പതിവ് പോലെ വിപുലമായി ആചരിക്കുകയുണ്ടായി. എന്നാൽ ഈ വർഷം ലോകത്ത് ആകമാനം അകപ്പെട്ടിരിക്കുന്ന COVID-19 എന്ന മാരക രോഗം കാരണം നമ്മുടെ മദ്രസകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു അവസരം വന്നത്. എന്നിരുന്നാലും ഏത് പ്രതിസന്ധികളും ഏത് പ്രയാസങ്ങളുമാണെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഒരു ഈമാനുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കാതിരിക്കാൻ ഒരിക്കലും സാധ്യമാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു നിലക്ക് പരിപാടി അവതരിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിലും മറ്റൊരു നിലക്ക് നമ്മുടെ എല്ലാ മഹല്ലത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ജന്മദിനം വളരെ വിപുലമായി തന്നെ ആഘോഷിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ പരിപാടികൾ സ്റ്റേജിൽ വെച്ചുകൊണ്ട് വിപുലമായി നടത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിന് ഓൺലൈൻ സംവിധാനത്തിൽ കൂടി നാം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഇതുപോലെയുള്ള ഒരു ഓൺലൈൻ സംവിധാനത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് റാലിയും ദഫും അതുപോലെ തന്നെ പല പരിപാടികളും ഉണ്ടായിരുന്നെങ്കിൽ ഈ വർഷം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കലാപരിപാടികൾ, പാട്ടും പ്രസംഗങ്ങളും ഓൺലൈനിൽ കൂടി അവതരിപ്പിച്ച് നമ്മുടെ മഹല്ലത്തിലുള്ള എല്ലാ വീടുകളിലും അത് എത്തിക്കുന്ന സംവിധാനമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ ചെയ്തത്. ഇതുപോലുള്ള ഓൺലൈൻ സംവിധാനമാണ് ഇന്ന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മദ്രസ പഠിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തുന്നത്. നമുക്കറിയാം, നാമെല്ലാം പഠിക്കുന്ന കാലത്ത് മദ്രസയിൽ വന്നുകൊണ്ട് ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഉസ്താദ് പറഞ്ഞു തരുന്നത് അത് അനുസരിച്ച് അതേപോലെ 2 മണിക്കൂർ പഠിച്ചുകൊണ്ടാണ് പഠനം നടത്തിയിരുന്നത് എങ്കിൽ ഈ വർഷം ഓൺലൈൻ സംവിധാനമായതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരു നിലയിൽ അത് ഉപകാരമാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ ക്ലാസ്സുകൾ ഏത് ക്ലാസ്സാണെങ്കിലും ആവർത്തിച്ച് കേട്ട് പഠിക്കാനുള്ള അവസരമാണ് വിദ്യാഭ്യാസ ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ അവർക്ക് സംശയമുണ്ടെങ്കിൽ അവരുടെ ഉസ്താദിനെ പിറ്റേ ദിവസം ആശ്രയിക്കണം, അതല്ലെങ്കിൽ മറ്റു സമയം നിങ്ങൾ വരുമ്പോൾ ആശ്രയിക്കണമെങ്കിൽ ഇന്ന് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആവർത്തിച്ച് കേട്ടുകൊണ്ട് സംശയ നിവാരണം നടത്തിക്കൊണ്ട് പഠിക്കാനുള്ള സംവിധാനം ഇന്ന് നമ്മുടെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും നമ്മുടെ രക്ഷിതാക്കൾ പലർക്കും ആക്ഷേപമുണ്ടാകും. നമ്മുടെ മദ്രസയിൽ വെച്ചുകൊണ്ട് ഉസ്താദിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് 2 മണിക്കൂർ പഠിപ്പിക്കുന്നത്ര ഉപകാരം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ ഓൺലൈൻ ക്ലാസ് കൊണ്ട് കിട്ടുന്നില്ല എന്നത്. അത് യഥാർത്ഥത്തിൽ ശരി തന്നെയാണ്. ഒരു ഉസ്താദിൻ്റെ ശിക്ഷണത്തിൽ ഒരു വിദ്യാർത്ഥി വളർന്നു വരുമ്പോൾ ആ വിദ്യാർത്ഥിയുടെ നല്ലത് അധ്യാപകൻ വളർത്തിക്കൊണ്ടുവരികയും മോശമായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, മോശമായ സ്വഭാവങ്ങൾ കാണുമ്പോൾ അത് അധ്യാപകൻ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഒരു അധ്യാപകൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് വിദ്യാർത്ഥി വളർന്നു വരുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ കൂടി കിട്ടുന്നില്ല എന്നത് ശരി തന്നെയാണ്. എന്നാലും നമ്മുടെ മഹല്ലിൽ അൽഹംദുലില്ലാ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഓൺലൈൻ ക്ലാസ് നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മദ്രസയിൽ എല്ലാ ഉസ്താദുമാരും എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഏതെങ്കിലും ഒരു സമയത്ത് ഓൺലൈൻ ക്ലാസ്സിൽ ഇരുത്തിക്കൊണ്ട് വായിക്കേണ്ട ഭാഗങ്ങൾ വായിക്കുകയും വിദ്യാർത്ഥികളെ ഓതി കേൾപ്പിക്കുകയും വിദ്യാർത്ഥികളോട് സംശയ നിവാരണം നടത്താനുള്ള അവസരങ്ങളും വിദ്യാർത്ഥികളോട് ചോദ്യം ചോദിക്കേണ്ട സ്ഥലങ്ങളിൽ ചോദ്യം ചോദിച്ചുകൊണ്ടും
നമ്മുടെ മദ്രസ അൽഹംദുലില്ലാഹ് എല്ലാ ഉസ്താദുമാരും എല്ലാ ക്ലാസ്സുകളും വളരെ നല്ല നിലയിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ കൂടി കിട്ടുന്നതിന് പുറമെ നമ്മുടെ ഉസ്താദുമാരുടെ സഹായം കൂടി കിട്ടുന്നത് കൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്ന് മദ്രസ വളരെ വിപുലമായി തന്നെ നമ്മുടെ മഹല്ലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മുടെ പൊതുപരീക്ഷ മദ്രസയിൽ നടന്നിട്ടില്ല. അതിൻ്റെ മുമ്പത്തെ വർഷം പൊതുപരീക്ഷയിൽ 5ാം ക്ലാസ്സിൽ ഒരുപാട് നല്ല പാസ് മാർക്കുണ്ടാവുകയും 7ാം ക്ലാസ്സിൽ ഒരുപാട് ടോപ്പ് പ്ലസ് ഉണ്ടാവുകയും അതുപോലെ തന്നെ പ്ലസ് 1 ക്ലാസ്സിൽ അതുപോലെ തന്നെ +2 ക്ലാസ്സുകളിലും 10ാം ക്ലാസ്സിലുമൊക്കെ നല്ല വിജയം നേടാൻ നമുക്ക് കഴിഞ്ഞ വർഷം കഴിഞ്ഞു. 10ാം ക്ലാസ്സിൽ ടോപ്പ് പ്ലസ് ഉണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷമല്ല, അതിന് മുമ്പത്തെ വർഷത്തിൽ +2 എല്ലാ വിദ്യാർത്ഥികളും പാസ്സായി, മറ്റ് ക്ലാസ്സുകളിലൊക്കെ വിദ്യാർത്ഥികൾ പാസ്സായി നല്ല ഒരു വിജയം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞ വർഷം പൊതുപരീക്ഷ നടക്കാത്ത ക്ലാസ്സുകൾക്ക് കഴിഞ്ഞ വർഷം 7ാം ക്ലാസ്സിൽ 33 വിദ്യാർത്ഥികളും 5ാം ക്ലാസ്സിൽ 27 വിദ്യാർത്ഥികളും 10ാം ക്ലാസ്സിൽ 18 വിദ്യാർത്ഥികളും പൊതുപരീക്ഷ ഫീസ് അടക്കുകയും ഉയർന്ന ക്ലാസ്സിലേക്കുള്ള പഠനത്തിനുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ ബോർഡ് അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ മഹല്ലിലെ മദ്രസ മറ്റു പരിസരങ്ങളിലെ മഹല്ലുകളെ അപേക്ഷിച്ചുകൊണ്ട് വളരെ ഭംഗിയായിക്കൊണ്ട് ഒരുപാട് കുട്ടികളുള്ള ഒരു മദ്രസയാണ്. വളരെ ഭംഗിയായിക്കൊണ്ട് തന്നെ നമ്മളെ മദ്രസ നടക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളാണ്. ഉസ്താദുമാർക്ക് വേണ്ടുന്ന സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ ഉസ്താദിനോട് കൂടെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ മദ്രസ വളരെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നിലക്കും പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് സാഹിത്യ സമാജങ്ങൾ മദ്രസയിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ മറ്റു കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പല പരിപാടികളും നമ്മുടെ മദ്രസയിൽ വെച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം ഇൻഷാ അല്ലാഹ് ഇനി COVID-19 മാറിയതിന് ശേഷം നമ്മളെ മദ്രസ തുറന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വീണ്ടും അത് പ്രാവർത്തികമാക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ഇന്ന് നമ്മളെ മദ്രസ അൽഹംദുലില്ലാഹ് +1 ക്ലാസ് മുതൽ +2 വരെ ക്ലാസ് നടക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 10ാം ക്ലാസ്സിൽ 18 വിദ്യാർത്ഥികൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ പൊതുപരീക്ഷയ്ക്ക് യോഗ്യത നേടി പൊതുപരീക്ഷയിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ വർഷം നമ്മളെ +1 വളരെ കുറഞ്ഞ വിദ്യാർത്ഥികളാണ് കാണുന്നത്. 8ഓളം വിദ്യാർത്ഥികൾ മാത്രമാണ് ഉള്ളത് എന്ന ഒരു സത്യം നമ്മുടെ മഹല്ലിലെ രക്ഷിതാക്കളെ മറന്നു പോകരുത്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ 10ാം ക്ലാസ്സിലെ കുട്ടികളിൽ 10ഓളം വിദ്യാർത്ഥികൾ മദ്രസയിൽ ഇന്നും വരുന്നില്ല. അതിനുള്ള കാരണങ്ങൾ അവരോട് അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് 10ാം ക്ലാസ് സ്കൂൾ 10ാം ക്ലാസ്സാണെന്ന് പറയുന്നു, അതുപോലെ തന്നെ സ്കൂളിൽ ട്യൂഷനാണെന്ന് പറയുന്നു, അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള വിദ്യാർത്ഥി വരുന്നില്ല, അതുകൊണ്ട് ഞാനും മദ്രസയിൽ വരുന്നില്ല എന്ന് പറയുന്ന വിദ്യാർത്ഥിനികളുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ മദ്രസ നിർമ്മിച്ചുള്ളത്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയാണ്, നമ്മുടെ വിദ്യാർത്ഥികളുടെ ആത്മീയ പഠനത്തിന് വേണ്ടിയാണ് ഈ മദ്രസ നമ്മുടെ വല്യപ്പമാരും കഷ്ടപ്പെട്ടുകൊണ്ട് പോറ്റി വളർത്തിയത് എന്ന് ഞാനും നിങ്ങളും പടുത്തുയർത്തിയത് എന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. നമ്മുടെ വല്യപ്പമാരുടെ അധ്വാനത്തിന് ഫലമാണ് ഈ മദ്രസ ഇങ്ങനെ നിലനിൽക്കുന്നത്. നമ്മുടെ വല്യമ്മമാരുടെ കാതിൽ അണഞ്ഞ പണ്ടത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മദ്രസ എന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. നമ്മുടെ വിദ്യാർത്ഥികൾ ഞാൻ മദ്രസയിലേക്ക് പോകുന്നില്ലെന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ രക്ഷിതാക്കൾ എൻ്റെ കുട്ടി മദ്രസയിൽ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ വീട്ടിലിരുത്തുന്ന സാഹചര്യമല്ല ഉണ്ടാകേണ്ടത്. എൻ്റെ കുട്ടി, നമ്മുടെ കുട്ടി ഞാൻ പറഞ്ഞടക്കുന്ന സ്ഥലത്തേക്ക് മദ്രസയിലേക്ക് പറഞ്ഞയക്കുമ്പം പോകുന്ന ഒരു മക്കളായിരിക്കണം. എൻ്റെ മക്കളെ ഞാൻ പറഞ്ഞയക്കുമ്പം നമ്മളെ കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ മക്കൾക്കുണ്ടായിരിക്കണം. മക്കൾ പറയുന്നത് മാതാപിതാക്കൾ കേൾക്കുകയല്ല വേണ്ടത്, മാതാപിതാക്കൾ പറയുന്നത് മക്കൾ കേൾക്കുന്നൊരു സാഹചര്യമാണ് നമ്മുടെ വീടുകളിൽ നാം സംജാതമാക്കേണ്ടത്. ഇല്ലായിരുന്നു എങ്കിൽ പ്രിയമുള്ളവരെ, ഈ മക്കൾ തന്നെ നാളെ മഹ്ശറിൽ വരുമ്പോൾ നമുക്കെതിരെ കേടായി സാക്ഷി നിൽക്കുന്നൊരു സാഹചര്യം വരും. പടച്ചവനെ, എൻ്റെ ഉമ്മയാണ് ഞാൻ മദ്രസയിൽ പഠിക്കാത്തതിന് കാരണക്കാർ, എൻ്റെ ഉപ്പയാണ് ഞാൻ മദ്രസയിൽ പഠിക്കാത്തതിന് കാരണക്കാർ, ഇന്ന് ഞാൻ ഈ ഒരു അവസ്ഥയിൽ വന്നത് എൻ്റെ മാതാപിതാക്കളാണ് അതിന് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാതാപിതാക്കൾ നാളെ മഹ്ശറിൽ വെച്ചുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രിയമുള്ള മാതാപിതാക്കളെ നമുക്കെതിരെ
സാക്ഷി നിൽക്കുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. നമ്മുടെ മക്കൾക്ക് നാം എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാധാന്യം നൽകുമ്പോൾ നമ്മുടെ മക്കൾ മതവിദ്യാഭ്യാസം മദ്രസ പഠനം എങ്ങാനും പിന്നോക്കമായി കഴിഞ്ഞ് അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പരിശോധിക്കാതിരുന്നാൽ നാളെ മഹ്ശറിൽ വരുമ്പോൾ ഞാൻ തന്നെ അതിന് വ്യക്തമായ മറുപടി റബ്ബിനോട് പറയേണ്ടി വരും. നിങ്ങൾ നോക്കൂ, ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്. ഒരു പെൺകുട്ടിയെ വിവാഹം ആലോചിക്കുമ്പോൾ ആ പെൺകുട്ടി തന്നെ പറയുന്നത്, എനിക്ക് നിങ്ങൾ ഭർത്താവിന് തിരയേണ്ട ആവശ്യമില്ല, എനിക്ക് ഞാൻ തന്നെ ഭർത്താവിനെ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് സ്വന്തം ഉപ്പയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് സ്വന്തം ഉമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്നൊരു സാഹചര്യം. അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്ത അന്യപുരുഷനോടുകൂടെ വർഷങ്ങളോളം വിവാഹമില്ലാതെ ഒരുമിച്ച് കൂടി ജീവിക്കുന്ന ഒരു സാഹചര്യം എത്രയോ സ്ത്രീകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഭൗതിക കലാലയങ്ങളിൽ പോയിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എത്ര വിദ്യാർത്ഥികളാണ് അവരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് ഒരാളും ആലോചിക്കുന്നില്ല. എത്ര രക്ഷിതാക്കളാണ് തൻ്റെ മക്കൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ഒരിക്കലും ആലോചിക്കുന്നില്ല. നമുക്കറിയാം, ഈയിടെയായി നമ്മുടെ തെക്കൻ കേരളത്തിൽ ഒരു റംസി എന്ന ഒരു പെൺകുട്ടിയുടെ കൊലപാതകം, ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ നാം എല്ലാവരും ചർച്ച ചെയ്തതാണ്. എന്താണ് ആ പെൺകുട്ടി ചെയ്ത തെറ്റെന്നറിയില്ലേ? ആ പെൺകുട്ടി വർഷങ്ങളോളം വിവാഹം കഴിക്കാതെ ഒരു പുരുഷനോട് കൂടെ ജീവിക്കുകയും ആ പുരുഷൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നൊരു സാഹചര്യം വന്നപ്പോൾ ആ പെൺകുട്ടി മനം നൊന്തുകൊണ്ട് ജീവനൊടുക്കിയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു മുസ്ലിം കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് ആ ചെയ്തതെന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. നിങ്ങൾക്കറിയാമല്ലോ, വർഷങ്ങൾക്ക് മുമ്പ് തലശ്ശേരി കോടതിയിൽ വെച്ചുകൊണ്ട് ഒരു വിധി പ്രഖ്യാപിച്ചപ്പോൾ സ്വന്തം പെൺകുട്ടി സ്വന്തം മകൾ ഉപ്പയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഉമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഞാൻ ഇന്നാലിന്ന പുരുഷനോട് കൂടെയാണെന്ന് ഇറങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അന്യമതക്കാരനായ ഒരു പുരുഷനോട് കൂടെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഒരു ഉമ്മയ്ക്കും ഉപ്പയ്ക്കും നേരെ കാണേണ്ട വിധി വന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ പെൺമക്കൾക്ക് നാം അറിവ് നൽകുക തന്നെ വേണം. നമ്മുടെ +1കളും നമ്മുടെ +2കളും നമ്മുടെ 10ാം ക്ലാസ്സുകളും നാം ഉപയോഗപ്പെടുത്തുക തന്നെ വേണം. ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഉമ്മമാർ അവൾ പോകുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോഴേക്ക് ഉപ്പമാർ അവൾ മദ്രസയിലേക്ക് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ നമുക്ക് തന്നെ എതിരാകുന്നൊരു സാഹചര്യം വരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ മദ്രസയിൽ ഈ വർഷം 1ാം ക്ലാസ്സിൽ 30ഓളം വിദ്യാർത്ഥികൾ പുതിയ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പുതിയ അഡ്മിഷൻ വന്നുകൊണ്ട് ഈ വർഷം 300 ചില്ലാനം വിദ്യാർത്ഥികൾ നമ്മളെ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു അവർക്കൊക്കെ നാഫിയ ഇൽമ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിനും ഉപകരിക്കുന്ന മക്കളാക്കി തീർക്കുമാറാവട്ടെ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, നമ്മുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, അവരുടെയൊക്കെ സേവനങ്ങളെ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ, അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. അതുപോലെ തന്നെ നമ്മുടെ ഈ സംരംഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മുടെ ഈ ഓൺലൈൻ സംവിധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മുടെ ഈ പ്രോഗ്രാം തയ്യാറാക്കുന്ന ഒരു പ്രവർത്തകനുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ആ സഹോദരങ്ങൾക്ക് നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടിക്കുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. या रसूल अल्लाह या हबीब अल्लाह हबीबी या അസ്സലാമലൈക്കും. ഇതാ ഞങ്ങൾ വരുന്നല്ലോ ഹബീബേ യാ റസൂലുള്ളാഹ്, ഇടങ്ങറിൽ അന്നണയാതെ തുണവേണേ ഹബീബില്ല. ഇരുലോകം ജയം വേണം, ഇരുകരവും ഉയർത്തുന്നേ ഇടങ്ങേറിൽ ദിനം നാളെ തുണവേണേ റസൂലുള്ള സലാത്തുള്ള സലാമുള്ള അലാ തോഹ റസൂലുള്ള സലാത്തുള്ള സലാമുള്ള അലാ തോഹ റസൂലില്ല. അസ്സലാമലൈക്കും. या रसूल अल्लाह या हबीब अल्लाह हबीबी या അസ്സലാമു അലൈക്കും. കാറ്റേ കാറ്റേ പൂങ്കാറ്റേ
ഉമ്മത്തെ പേരെന്ത്? നബിയുടെ ഉമ്മത്തെ പേരാണ് ആമിന എന്നൊരു പൂനാമം. കുയിലേ കുയിലേ പൂങ്കുയിലേ അന്തസൂരി ഫാത്തിവിടെ അന്തസൂരി ഫാത്തി നടന്നത് സുന്ദരമായ മദീനയിൽ. അസ്സലാമു അലൈക്കും. या रसूल अल्लाह या हबीब अल्लाह हबीबी या अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू. अल्हम्दुलिल्लाह अस्सलातु वस्सलामु अला रसूलिल्लाह व अला आलिहि व सहबिहि बिल्लाह अम्मा बाद. अऊज़ु बिल्लाहि मिनश शैतानिर रजीम. बिस्मिल्लाहिर रहमानिर रहीम. वमा अर्सलनाका इल्ला रहमतल लिल आलमीन. സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നല്ലവരായ രക്ഷിതാക്കളെ, പുണ്യ റബീഇന്റെ അമ്പിളി തിങ്കൽക്കല ആകാശത്ത് ആഗതമായത് മുതൽ സർവ്വചരാചരങ്ങളും സന്തോഷിക്കുകയായി. കാരണം എന്തെന്നല്ലേ? ഇത് ലോകത്തിന്റെ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. ഇതുപോലൊരു റബീഉൽ മാസത്തിലാണ് കാരുണ്യത്തിൻ പ്രവാചകൻ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മക്കയിൽ ഉദയം ചെയ്തത്. ലോകത്താകമാനം സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും പ്രകാശം പരത്തിയത്. അറബിക് അനറബിയേക്കാൾ മഹത്വം ഇല്ലെന്ന് പഠിപ്പിച്ചത്. വെളുത്തവരെയും കറുത്തവരെയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചത്. തൊഴിലാളിക്ക് അവൻ അധ്വാനിച്ചതിന്റെ കൂലി അവന്റെ ശരീരത്തിലെ വിയർപ്പു തുള്ളികൾ വറ്റുന്നതിന് മുമ്പ് നൽകണമെന്ന് ഓർമ്മിപ്പിച്ചത്. പെൺകുഞ്ഞ് ജനിച്ചാൽ അപമാനത്താൽ ആ പൊൻശരീരം ജീവനോടെ കുഴിച്ചു മൂടിയ കാലം. ആ കാലത്താണ് പ്രവാചകൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ദുനിയാവിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത സമ്പാദ്യം സ്വാലിഹത്തായ പെണ്ണാണെന്ന്. തന്റെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ എപ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴും അവരെ ആദരിച്ചു എഴുന്നേറ്റു അവരുടെ തൃക്കരങ്ങളിൽ ചുംബനങ്ങൾ നൽകിയത്. ഇങ്ങനെ ആർക്കും മാതൃകയായ നബിസല്ലല്ലാഹു ജീവിതത്തിലെ ഒരു സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ ഒരു പ്രവാചകൻ അറേബ്യയുടെ തെരുവിലൂടെ നടന്നു പോവുകയായിരുന്നു. അതാ വരുന്നു ഒരു സ്ത്രീ. തലയിൽ അവർക്ക് താങ്ങാൻ കഴിയാത്ത വിറകുകെട്ടുമായി പ്രയാസപ്പെട്ട് നടന്നു വരുന്നത് കണ്ട ആ പ്രവാചകൻ ഒട്ടും താമസിച്ചില്ല. ആ പ്രവാചകൻ ആ വൃദ്ധയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് തന്റെ ശിരസിലേക്ക് എടുത്ത് വെച്ച് വിറക് കെട്ട് തന്റെ ശിരസിലേക്ക് എടുത്ത് വെച്ച് ആ വൃദ്ധയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവർത്തനം ആ സ്ത്രീയെ വല്ലാതെ സന്തോഷിപ്പിച്ചു. പക്ഷേ ആ സ്ത്രീ മുസ്ലിം അല്ലായിരുന്നു. നബി സല്ലല്ലാഹു ആ വൃദ്ധയും യാത്രാമധ്യ സംസാരത്തിൽ ഏർപ്പെട്ടു. അവർ നബി സല്ലല്ലാഹു പറഞ്ഞു, മക്കയിൽ മുഹമ്മദ് എന്നു പേരുള്ള ഒരാൾ വന്നിട്ടുണ്ടെന്നും അയാൾ നമ്മൾ ഇതുവരെ ആരാധിച്ചു പോന്നിരുന്ന ദൈവങ്ങളെ ഒന്നും ആരാധിക്കരുതെന്നും ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴി തെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ മുഹമ്മദിനെ വലയിൽ അകപ്പെടരുത് എന്ന് ആ വൃദ്ധ നബി സല്ലല്ലാഹു ഉപദേശിച്ചു. ഇത് കേട്ട പ്രവാചകൻ പുഞ്ചിരി തൂകിക്കൊണ്ട് വൃദ്ധയുടെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തി വിറക് കേട്ട് വൃദ്ധയുടെ വീട്ടിൽ ഇറക്കി വെച്ച് യാത്ര പറയാൻ നേരം വൃദ്ധ നബി സല്ലല്ലാഹു പേര് എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു പറഞ്ഞു, നിങ്ങൾ നേരത്തെ പറഞ്ഞ മുഹമ്മദ് ഞാനാണ് ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മതസ്ഫീതം തൂകിക്കൊണ്ട് മടങ്ങിപ്പോയിന്. ഇതാണ് നമ്മുടെ പ്രവാചകൻ. ശത്രുക്കളെ പോലും തന്റെ വശ്യമായ പെരുമാറ്റം കൊണ്ട് മെത്തങ്ങൾ ആക്കാൻ കഴിവുള്ള പ്രവാചകൻ, സ്വഭാവത്തിന് ഉടമ. അല്ലാഹു സുബ്ഹാനഹു വ തആല
മുത്തുനബി സല്ലല്ലാഹു കാണാനും അവിടുത്തെ കരങ്ങളിൽ നിന്ന് ഔദുൽ കൗസർ വാങ്ങി കുടിക്കാനും നമുക്കും മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിർ ദവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. या रसूल अल्लाह या हबीब अल्लाह हबीबी या അസ്സലാമു അലൈക്കും. മദീനത്തെ മയങ്ങുന്ന മരതകമായി നിന്ന മഹബൂബ് നബിയെ സലാമലൈക സലാമലൈക. മനസ്സകം കവർന്നൊരു കനീവിൻ്റെ പുകർന്നൊരു മഹമൂദ് റസൂലെ സലാമലൈക സലാമലൈക. റൂഫി ഹിദാക്ക യാ റസൂലല്ലാഹ് റൂഫി ഹിദാക്ക യാ നസീബല്ലാഹ് റൂഫി ഹിദാക്ക യാ റസൂലല്ലാഹ് റൂഫി ഹിദാക്ക യാ നസീബല്ലാഹ്. മദീനത്ത് 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 മയങ്ങും മരതകമായി വിളങ്ങുന്ന മഹബൂബ് നബിയെ സലാമലൈക സലാമലൈക. മനസ്സകം കവർന്നൊരു കനീവിൻ്റെ പുകർന്നൊരു മഹമൂദ് റസൂലെ സലാമലൈക സലാമലൈക. അസ്സലാമു അലൈക്കും. या रसूल अल्लाह या हबीब अल्लाह हबीबी या അസ്സലാമു അലൈക്കും. ആദരക്കനി മരം ത്വഹ റസൂലി ആസ്വരം തരും വരം ഹൈറാം സബീലി ആലമിൽ അനുഗ്രഹം നൂറേ കമാലി അലമുൽ ഹുദാനിധി ലംകും ജമാലി ആലമിൽ അനുഗ്രഹം നൂറേ കമാലി അലമുൽ ഹുദാനിധി ലംകും ജമാലി. ആദരക്കനി മരം ത്വഹ റസൂലി ആസ്വരം തരും വരം ഹൈറാം സബീലി ആലമിൽ അനുഗ്രഹം നൂറേ കമാലി അലമുൽ ഹുദാനിധി ലംകും ജമാലി. നബി 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 ഉലകിൽ സലാം സലാം നിലാവേ നബി നബി ഉദവി കലം കലം പ്രഭാവേ പ്രഭാമയം കിരണം പ്രപഞ്ചനിദാനം പ്രവാചക പ്രഭുവെ പ്രശോഭനം വിധാനം പ്രഭാമയം കിരണം പ്രപഞ്ചനിദാനം പ്രവാചക പ്രഭുവെ പ്രശോഭനം വിധാനം. ആദരക്കനി മരം ത്വഹ റസൂലി ആസ്വരം തരും വരം ഹൈറാം സബീലി ആലമിൽ അനുഗ്രഹം നൂറേ കമാലി അലമുൽ ഹുദാനിധി ലംകും ജമാലി. പാരിതിൽ പിരിശി ലങ്കി മദീന പാലകൻ പ്രിയമിൽ തന്നായി നബീന പാലൊളി വിതറും മുത്തേ ഹബീബേ പാവന തീരം എന്റെ നസീബേ പാലൊളി വിതറും മുത്തേ ഹബീബേ പാവന തീരം എന്റെ നസീബേ. നബി 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 ഉലകിൽ സലാം സലാം നിലാവേ നബി നബി ഉദവി കലം കലം പ്രഭാവേ പ്രഭാമയം കിരണം പ്രപഞ്ചനിദാനം പ്രവാചക പ്രഭുവെ പ്രശോഭനം വിധാനം പ്രഭാമയം കിരണം പ്രപഞ്ചനിദാനം പ്രവാചക പ്രഭുവെ പ്രശോഭനം വിധാനം. ആദരക്കനി മരം ത്വഹ റസൂലി ആസ്വരം തരും വരം ഹൈറാം സബീലി ആലമിൽ അനുഗ്രഹം നൂറേ കമാലി അലമുൽ ഹുദാനിധി ലംകും ജമാലി. അസ്സലാമു അലൈക്കും. या रसूल अल्लाह या हबीब अल्लाह हबीबी या അസ്സലാമു അലൈക്കും. അല്ലാഹ് 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 അല്ലാഹ്
മധുകൾ ഈണത്തിൽ പാടിടാം ഞാൻ. അല്ലാഹ് 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 അല്ലാഹ്. അബ്ദുള്ള ആമീന കൺമണിയ മക്കത്തുദിച്ചൊരു ആറ്റലിരിയേ. അബ്ദുള്ള ആമീന കൺമണിയ മക്കത്തുദിച്ചൊരു ആറ്റലിരിയേ. ജീവിതം മാതൃക കാട്ടിയോരേ സത്യത്തിൽ പാതയിൽ നയിച്ചവരെ. അല്ലാഹ് 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 അല്ലാഹ്. या रसूल अल्लाह या हबीब अल्लाह हबीबी या. അസ്സലാമു അലൈക്കും. ആദരക്കനിമരം ത്വഹ റസൂലേ, ആസ്വരം തരും വരം ഹൈറാം സബീലേ. ആലമിന്നനുഗ്രഹം നൂറേ കമാലേ, അലമുൽ ഹുദായിലെങ്കും ജമാലേ. നബി 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 ഉലകിൽ സലാം സലാം നിലാവേ. നബി നബി ഉദവി കലാം കലാം പ്രഭാവേ. പ്രഭാമയം കിരണം പ്രപഞ്ചനിദാനം പ്രവാചക പ്രഭുവെ പ്രശോഭനം നിദാനം. ആദരക്കനിമരം ത്വഹ റസൂലേ, ആസ്വരം പെരുംവരം ഹൈറാം സബീലേ. ആലമിന്നനുഗ്രഹം നൂറേ കമാലേ, അലമുൽ ഹുദായിലെങ്കും ജമാലേ. നബി 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 ഉലകിൽ സലാം സലാം നിലാവേ. നബി നബി ഉദവി കലാം കലാം പ്രഭാവേ. പ്രഭാമയം കിരണം പ്രപഞ്ചനിദാനം പ്രവാചക പ്രഭുവെ പ്രശോഭനം നിദാനം. പാരിതിൽ പിരിശില്ലെങ്കി നബീന പാലകൻ പ്രിയമിൽ തന്ന നബീന. പാലൊളി വിതറും മുത്ത് ഹബീബേ, ഭാവന തീരം എന്റെ നസീബ്. നബി 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 ഉലകിൽ സലാം സലാം നിലാവേ. നബി നബി ഉദവി കലാം കലാം പ്രഭാവേ. പ്രഭാമയം കിരണം പ്രപഞ്ചനിദാനം പ്രവാചക പ്രഭുവെ പ്രശോഭനം നിദാനം. ആദരക്കനിമരം ത്വഹ റസൂലേ, ആസ്വരം പെരുംവരം ഹൈറാം സബീലേ. ആലമിന്നനുഗ്രഹം നൂറേ കമാലേ, അലമുൽ ഹുദായിലെങ്കും ജമാലേ. या रसूल अल्लाह या हबीब अल्लाह हबीबी या. മദീനത്ത് മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മഹബൂബ് നബിയേ മലൈക സലാം അലൈക. മനസ്സകം കവർന്നൊരു ഖലീബിന്റെ പൊരുൾ ഗുരു മഹബൂബ് റസൂലേ. സലാം അലൈക സലാം അലൈക. റൂഹി ഫിദാക യാ റസൂലല്ലാഹ്. റൂഹി ഫിദാക യാ റസൂൽ നസീബല്ലാഹ്. മദീനത്ത് 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 മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മഹബൂബ് നബിയേ മലൈക സലാം അലൈക. മനസ്സകം കവർന്നൊരു ഖലീബിന്റെ പൊരുൾ ഗുരു മഹബൂബ് റസൂലേ. സലാം അലൈക സലാം അലൈക. റൂഹി ഫിദാക യാ റസൂലല്ലാഹ്. റൂഹി ഫിദാക യാ
സലാം ഓതിരാൻ നിനച്ചുന അകല ദൈവദിക്കിലൊന്ന് അണയാൻ കൊതിച്ചുന അരികിലെത്തി മുത്തിൽ സലാം ഓതിരാൻ നിനച്ചുന ആഗ്രഹങ്ങൾ ആ മണ്ണിലേക്കൊഴുക്കിനാൻ ആ കരം പിടിച്ചുകൂടെ ആദ്യമാക്കും ഞാൻ ഒതിമതി നബി മദദേ മുത്ത് മുഹമ്മദരെ കൊതിപതി മദീനയിലാണ് ഞാനിവര് പാടി തേടിടും പുലരി മദീനത്ത് 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 മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മഹബൂബ് പിയേ സലാം അലൈക സലാം അലൈക മനസകം കവർന്നൊരു കനിവിന്റെ പൊരുൾ ഗുരു മുഹമ്മദ് റസൂലേ സലാം അലൈക സലാം അലൈക റൂഹി ഫിദാ या रसूल अल्लाह या हबीब अल्लाह हबीबी या അസ്സലാമു അലൈക്കും. ആദര കനിമരം തോഹ റസൂലെ ആസ്വരം തരും വരം ഹൈറം സബീലെ ആലമില്ലനുഗ്രഹം നൂറേ കമാലേ അലമുൽ ഹുദാനിധി ലംഘും ജമാലെ ആദര കനിമരം തോഹ റസൂലെ ആസ്വരം തരും വരം ഹൈറം സബീലെ ആലമില്ലനുഗ്രഹം നൂറേ കമാലേ അലമുൽ ഹുദാനിധി ലംഘും ജമാലെ നബി 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 ഉലകിൽ സലാം സലാം നിലാവേ നബി നബി ഉദവി കലാം കലാം പ്രഭാവേ പ്രഭാമയം കിരണം പ്രപഞ്ചനിദാനം പ്രവാചക പ്രഭുവേ പ്രചോദനം നിദാനം ആദര കനിമരം തോഹ റസൂലെ ആസ്വരം തരും വരം ഹൈറം സബീലെ ആലമില്ലനുഗ്രഹം നൂറേ കമാലേ അലമുൽ ഹുദാനിധി ലംഘും ജമാലെ നബി 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 ഉലകിൽ സലാം സലാം നിലാവേ നബി നബി ഉദവി കലാം കലാം പ്രഭാവേ പ്രഭാമയം കിരണം പ്രപഞ്ചനിദാനം പ്രവാചക പ്രഭുവേ പ്രചോദനം നിദാനം ആദര കനിമരം തോഹ റസൂലെ ആസ്വരം തരും വരം ഹൈറം സബീലെ ആലമില്ലനുഗ്രഹം നൂറേ കമാലേ അലമുൽ ഹുദാനിധി ലംഘും ജമാലെ അസ്സലാമു അലൈക്കും. या रसूल अल्लाह या हबीब अल्लाह हबीबी या അസ്സലാമു മുത്ത് റസൂലിന്റെ റൗള കാണാൻ മുത്തിനോടെന്റെ സലാം പറയാൻ മൗത്തിന്റെ മുന്നേ ആ മണ്ണിലെത്താൻ മന്നാനോടൊന്നും ഇറക്കുന്നു ഞാൻ അല്ലാഹുവിൻ പ്രിയ ദൂതരല്ലേ അഖിലാണ്ട ലോകത്തിനൂറുമല്ലേ ആയിരം താരകൾ ശോഭയല്ലേ അന്നിരുൾ കീറി മുറിച്ചതല്ലേ മുത്ത് റസൂലിന്റെ റൗള കാണാൻ മുത്തിനോടെന്റെ സലാം പറയാൻ മൗത്തിന്റെ മുന്നേ ആ മണ്ണിലെത്താൻ മന്നാനോടൊന്നും ഇറക്കുന്നു ഞാൻ അല്ലാഹുവിൻ പ്രിയ ദൂതരല്ലേ അഖിലാണ്ട ലോകത്തിനൂറുമല്ലേ ആയിരം താരകൾ ശോഭയല്ലേ അന്നിരുൾ കീറി മുറിച്ചതല്ലേ. അസ്സലാമു അലൈക്കും. या रसूल अल्लाह या हबीब अल्लाह हबीबी या അസ്സലാമു അലൈക്കും. മദീനത്ത് 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 മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മഅബൂദ് റസൂലേ സലാം അലൈക സലാം അലൈക മനസ്സകം പകർന്നൊരു കനിവിന് പൊരുൾ ഗുരു മഅബൂദ് റസൂലേ സലാം അലൈക സലാം അലൈക
യു ഹിഫിദാക്കാൻ യാ റസൂലല്ലാഹ് യു ഹിഫിദാക്കാൻ യാ ഹബീബല്ലാഹ് യു ഹിഫിദാക്കാൻ യാ റസൂലല്ലാഹ് യു ഹിഫിദാക്കാൻ യാ ഹബീബല്ലാഹ് മദീനത്ത് മടങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മഅബൂദ് റസൂലേ സലാം അലൈക സലാം അലൈക മനസ്സകം പകർന്നൊരു കനിവിന് പൊഴുങ്കുരു മഅബൂദ് റസൂലേ സലാം അലൈക സലാം അലൈക യൂഹി ഫിദാക്കാൻ യാ റസൂലല്ലാഹ് യൂഹി ഫിദാക്കാൻ യാ ഹബീബല്ലാഹ് യൂഹി ഫിദാക്കാൻ യാ റസൂലല്ലാഹ് യൂഹി ഫിദാക്കാൻ യാ ഹബീബല്ലാഹ് മദീനത്ത് മയങ്ങുന്ന മരതകമായി വിളങ്ങുന്ന മഅബൂദ് റസൂലേ സലാം അലൈക സലാം അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് ഹബീബി യാ അസ്സലാമു അലൈക്കും മുത്തയ താഹ റസൂലേ എൻ മുർത്തല താജുൽ നൂറേ ആനൂറിൻ ചന്തം കാണാ നിന്നും തേടും എന്റെ പുരാനേ മനസ്സിന്റെ മുറാദിൻ കോനേ വീട്ടിടണേ എൻ മന്നാനേ മക്കയിലന്നു കുറേശിയിലായി വിരിന്ന മരച്ചന്തല്ല് മരുതിക പുണ്ണര ഉള്ളവല്ലെന്ന് വിളങ്ങി ചന്ദ്രയല്ലേ മന്നവനല്ലേ കയ്യിലായി വചനം ഉയർത്തിയതല്ലേ മൈല ബാധ്യതയില്ലാമത്ത് വിവരിച്ച് തരുന്നവിയല്ലേ അമ്പല ശക്തിയ പാടും ആ പൂന്തേക്കും മഴവാടും ആ മാനത്തെ വില്ലി ചിരിക്കും നക്ഷത്രം ഒളിവാണോ മുത്തേ തോഹ റസൂലേ എൻ മുർത്തറതാജൊളിലൂറേ ആ നൂറിൻ ചന്തം കാണാനെന്നും തേടും എന്റെ പുരാനേ മനസ്സിന്റെ മുറാദിൻ കോനേ വീട്ടിടണേ മന്നാനേ വേദനയിൽ സഹിച്ചവനൊന്നും മദീനയിലാ ചേർന്നില്ല ആദർ മടിയും കൂടാതെന്നാറുകൾ മുത്തിന് വരവേക്കിയില്ലേ എസിരിബ് എന്ന് തല അൽപ്പ് ബദറക്കിരീന പെരുന്നതുമല്ലേ യാ സയ്യിദ് എന്നായൂരത്തു സാബ് നബിയെ നെഞ്ചേത്തിയില്ലേ അന്ന് മദീനയിലാണെങ്കിൽ ഹബീബ് കണ്ടെങ്കിൽ ഹൃദയം നൂറും മുജ്തബ നൂറിനെ കാണാനാ മുത്തേ തോഹ റസൂലേ എൻ മുർത്തറ താജൊളിലൂറേ ആ നൂറിൻ ചന്തം കാണാനെന്നും തേട് എന്റെ പുരാനേ മനസ്സിന്റെ മുറാദിൻ കോനേ വീട്ടിടണേ
മനസ്സിൽ നിറയും ഇഷ്കൊണ്ട് ആ ഇഷ്ക് നിറയെ നബിയാണ് മനസ്സിൽ നിറയും നബിയാണ് ആ മുത്ത് റസൂൽ സല്ലല്ലാഹു നബി ജനിച്ചത് മക്കത്ത് മരണപ്പെട്ടു മദീനത്ത് നബിയുടെ ഉമ്മ ആമിന ബീവി നബിയുടെ ഉപ്പ അബ്ദുള്ള നബിയെ നാം സ്നേഹിക്കണം നബിയെ നാം പിൻപറ്റണം നബിയെ നാം പിൻപറ്റണം അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് രക്ഷിതാക്കളെ ഉസ്താദുമാരെ അസ്സലാമു അലൈക്കും. ഞാനൊരു കഥ പറയാം. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും ഒരു വഴിക്കൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് വെള്ളത്തിൽ ജീവൻ വേണ്ടി കടയുന്ന ഒരു തേളിനെ കണ്ടത്. മുത്തുനബി അതിനെ രക്ഷിക്കാൻ നോക്കി. മുത്തുനബി കൈക്ക് അത് കുത്തി. പിന്നെ രക്ഷിക്കാൻ നോക്കി. പിന്നെയും കുത്തി. അങ്ങനെ 3 പ്രാവശ്യം കുത്തി. സ്വഹാബികൾ ചോദിച്ചു, അങ്ങനെ എന്തിനാ വേദനിപ്പിക്കാനുള്ള രക്ഷിക്കാൻ നോക്കുന്നത്? അപ്പോൾ മുത്തുനബി പറഞ്ഞു, തേളിന്റെ സ്വഭാവം കാണിക്കുന്നു, ഞാൻ എൻ്റെ സ്വഭാവം കാണിക്കുന്നു. അസ്സലാമു അലൈക്കും. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് ഹബീബി യാ. അസ്സലാമു അലൈക്കും. മക്ക ദേശത്തൊരു നാളിൽ പിറവിയെടുത്തൊരു പൂമുല്ല പുഞ്ചിരി തൂങ്ങും വദരവുമായി വന്ന് ഉദിച്ചൊരു പൂമുത്ത്. അജ്ഞതമുറ്റിയ കാലത്ത് ഇരുളിൽ കഴിയും ദേശത്ത് അറിവിനിധിയം വന്നൊരു മലര് മുത്ത് മുഹമ്മദ് സല്ലല്ലാഹ്. കുഞ്ഞ് പിറന്നത് പെണ്ണായാൽ കുഴിച്ചു മൂടും കാലത്ത് കാരുണ്യത്തിൻ സന്ദേശവുമായി കരുണക്കടലായി വന്നൊരു കമർ മക്കാദേശത്തൊരു നാളിൽ പിറവിയെടുത്തൊരു പൂമുല്ല പുഞ്ചിരി വദനവുമായി വന്നു ഉദിച്ചൊരു പൂമുത്ത്. അസ്സലാമു അലൈക്കും. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് ഹബീബി യാ. അസ്സലാമു അലൈക്കും. ആകാശത്തിലൊരമ്പിളിയാണോ ആരക്കടലിലെ മുത്തുകളാണോ അമ്പൽ കൂളത്തിലെ താമരയോ റസൂലുള്ളാഹ് വർണ്ണിക്കാനാകുകയില്ലല്ലോ. ഹബീബുള്ളാഹ് വർണ്ണനയിൽ പാർക്കടലാണോ. ആകാശത്തിലൊരമ്പിളിയാണോ ആരക്കടലിലെ മുത്തുകളാണോ അമ്പൽ കൂളത്തിലെ താമരയോ റസൂലുള്ളാഹ് വർണ്ണിക്കാനാകുകയില്ലല്ലോ. അസ്സലാമു അലൈക്കും. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് ഹബീബി യാ. അസ്സലാമു അലൈക്കും. ആദരക്കനിമരം തോഹ റസൂലെ ആസരം തരുംബരം ഹൈറൻ സബീലെ ആനമില്ല അനുഗ്രഹം നൂറെ കമാലി ഹലമുൽ ഹുദാനിധി ലങ്കും ജമാലി നബി 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 ഉലകിൽ സലാം സലാം നിലാവേ നബി നബി ഹുദവി കലം കലം പ്രഭവേ പ്രഭമയ കിരണം പ്രപഞ്ചനിദാനം പ്രഭമയ പ്രഭുവെ പ്രചോദനം വിധാനം ആദരക്കനിമരം തോഹ റസൂലെ ആസരം നെരുമരം ഹൈറൻ സബീലെ ആനമിൽ അനുഗ്രഹം നൂറെ കമാലി ഹലമുൽ ഹുദാനിധി ലങ്കും ജമാലി പാരിധി പിരിശി ലങ്കി മദീന പാലക പ്രിയവിൻ മുത്ത് ഹബീബെ പാനിധി പിരിശി ലങ്കി മദീന പാലക
നിദാനം പ്രഭമയ പ്രഭുവെ പ്രചോദനം നിദാനം ആദരക്കനിമരം തോഹ റസൂലെ ആസരം തരും മരം ഹൈറൻ സബീലെ ആനമിൽ അനുഗ്രഹം നൂറെ കമാലി ഹൽമൽ ഹുദാനിധി എങ്കും ജമാലി. അസ്സലാമു അലൈക്കും. या रसूल अल्लाह या हबीब अल्लाह हबीबी या അസ്സലാമു അലൈക്കും. ആദരകനിമരം ത്വാഹ റസൂലെ ആസ്വരം തരുവരും ഖൈറൻ സബീലെ ആലമീൻ അനുഗ്രഹം നൂറെ കമാലി അലമുൽ ഹുദാനിധി ലങ്കും ജമാലി ആലമീൻ അനുഗ്രഹം നൂറെ കമാലി അലമുൽ ഹുദാനിധി ലങ്കും ജമാലി ആദരകന്മരം ത്വാഹ റസൂലെ ആസ്വരം തരുവരും ഖൈറൻ സബീലെ ആലമീൻ അനുഗ്രഹം നൂറെ കമാലി അലമുൽ ഹുദാനിധി ലങ്കും ജമാലി. നബി 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 ഉലകിൽ സലാം സലാം നിലാവെ നബി നബി ഉദബി കലാം കലാം പ്രഭാവെ പ്രഭാമയം കിരണം പ്രപഞ്ചനിദാനം പ്രവാചക പ്രശോഭനം നിദാനം പ്രഭാമയം കിരണം പ്രപഞ്ചനിദാനം പ്രവാചക പ്രശോഭനം നിദാനം ആദരകനിമരം ത്വാഹ റസൂലെ ആസ്വരം തരുവരും ഖൈറൻ സബീലെ ആലമീൻ അനുഗ്രഹം നൂറെ കമാലി അലമുൽ